ഹിറ്റാക്കിയതുപോലെ സാധാരണ ഇന്റർവ്യൂ ഹിറ്റ് ആവാറുള്ളൂ, സിനിമ പൊതുവെ സോറി അല്ല എൻ്റെ ഇത് ഒരു ഹിസ്റ്ററി പരിശോധിച്ച ചെറിയ സിനിമയാണ്, പറഞ്ഞ പോലെ കുഞ്ഞു സിനിമയെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു രാത്രി നടക്കുന്നൊരു സംഭവം, ആ സംഭവത്തിനെ ചൊല്ലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകും എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ വൺ നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പൊതുവെ മലയാളത്തിൽ കുറവാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ വന്നിട്ടുള്ള വൺ നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനമൻ പോലത്തെ സിനിമകളൊക്കെ. വൺ നൈറ്റ് സ്റ്റോറി കഥ പറയാനുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എലമെന്റ് ഉണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നൊരു സിനിമ, ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ, നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിനൊരു ഡെഫിനേഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല. നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജക്റ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ തുടക്കം ഒരു പകലും പിന്നെ രാത്രി, ആ രാത്രി തീരുമ്പോഴേക്ക് സിനിമ അവസാനിക്കും. അപ്പം ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആണ് ഞാൻ ഇതിൽ പലരോടും അച്ഛനുൾപ്പെടെ എല്ലാവരുടെ അടുത്തും നറേറ്റ് ചെയ്ത് ഈ സംഭവമാണ്. ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും. അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ പലപ്പോഴും ഉള്ള ചിന്ത വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല, എന്നാലും വളരെ സിറ്റുവേഷനിലായിട്ടുള്ള ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അച്ഛൻ, സൈജോട്ടൻ ഇവിടെ വരാതെ, അജു ഇവരൊന്നും ഇവിടെ വന്നിട്ടില്ല, സുരഭി, തൻവി ഇവിടെ വന്നിട്ടുള്ള, പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷൻ എന്തായാലും 28 നാളെ റിലീസാവുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമകൾ, വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്ന കുഞ്ഞു സിനിമകളോടാണ്, അല്ലെങ്കിൽ കുഞ്ഞു സിനിമകൾ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകളൊക്കെ കയറിയിട്ടുണ്ടാകുക. ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി 28-ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അത്രയും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല ഇൻ്റർവ്യൂകളൊക്കെ അവിടെ ഇവിടെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. നാളെ അതിൻ്റെ റിലീസാണ്. ഒരൊറ്റ രാത്രി കഥയാണ്. ഞാനും മഞ്ജു വർഗീസും 2 പേര് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പരിചയമുള്ള, എല്ലാ പോലീസുകാരും ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് കണ്ടുപരിചയമുള്ള പോലീസുകാരുടെയൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ള പോലീസാണ്. ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും ഇവരുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്തുള്ള അവരനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യങ്ങൾ കൊണ്ടുമെല്ലാം വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ സിനിമ എന്നൊക്കെ പറയുമ്പം ഒരു എൻ്റർടൈനറാണ് എന്ന് നമുക്ക് പറയാം. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഇപ്പം വലിയ തോതിൽ ത്രില്ലർ സിനിമകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയുള്ള ചില മാധ്യമ ചർച്ചകളിൽ സിനിമകൾ, അതിലെ വയലൻസ്, അതിൻ്റെ ഒരു അനുപാതമൊക്കെ വളരെ കൂടുതലാകുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് ചിരിച്ച മുഖത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന, എന്നാൽ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന, പുതിയ ആൾക്കാർ പലപ്പോഴും വളരെ ഈസിയായി സില്ലിയായി ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ ചെന്നൊരു പ്രശ്നത്തിലേക്ക് വീണാൽ അതിന് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. ബാക്കി ഇനി പറഞ്ഞതുപോലെ നാളെയാണ് ഇത്. ആടിൻ്റെയും അടികപ്പേരെ കൂട്ടമനിയുടെയൊക്കെ പോലുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ
സഹസംവിധായകനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനയ്. അപ്പോൾ വിനയുടെ ആ ഒരു അനുഭവ പരിചയം, ഇവരുടെ സൗഹൃദം, ധ്യാനിൻ്റെ സ്ക്രിപ്റ്റ്, ഡാർവിൻ ചേട്ടൻ അതിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഒറ്റയ്ക്കിരുന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. നിന്നെ നോക്കിയേ